നവംബർ 2 നടന്ന LGS സ്റ്റേജ് 1 ആൻസർ കീ ആണ്. ഓക്കെ, 5 ഡിലീറ്റ് ചെയ്തു, ഒരു ആൻസർ ചേഞ്ചും ആണുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? മദ്രാസ്. 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? മറാത്ത. മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? 30 വയസ്സ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ. അടുത്തത് 17 ഡിലീറ്റ് ചെയ്തു, 18, 19 ഡിലീറ്റ് ചെയ്തു. 20ാമത്തെ നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 21 ഡിലീറ്റ് ചെയ്തു. 22 സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. അഗ്നി, സൂര്യ. ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിസൈൽ. അടുത്തത് ആൻസർ ചേഞ്ച് ചെയ്തതാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. അല്ലേ, ഇവയൊന്നുമല്ല. ഓക്കെ, ആൻസർ ചേഞ്ച് ചെയ്തതാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ജോഡി ഏത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. ബാക്കി 3 ശരിയാണ്. ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ. ബീഹാർ, പാറ്റ്ന. മിസോറാം, ഐസ്വാൾ. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. 1, 3 ശരിയായിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എങ്ങനെ തിരിച്ചിരിക്കുന്നു. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവ അതിർത്തി പങ്കിടുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റായത് 4ാമത്തെയാണ്. ഓക്കെ, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യ മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 2, 3 ശരിയായിട്ടുള്ളത്. പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനത്തിൽ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവന. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? 3ാമത്തെയാണ് ശരിയായിട്ടുള്ളത്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം?
മലനാട്, ഇടനാട്, തീരപ്രദേശം. 38 ഡിലീറ്റ് ചെയ്തു. കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്. തിരു-കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചതാര്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPLൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? തുഷാർ ദേശ്പാണ്ഡെ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായർ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? VK മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഏത്? വിറ്റാമിൻ D. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡയേറിയ. മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഈകോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1ഉം 2ഉം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? സാരഥി. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ശാസ്ത്രജ്ഞർക്ക്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ചിക്കൻ പോക്സ്. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം. വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? ക്വാഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ബോർഡെറ്റല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? വാരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ
ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. മാത്സിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോകാം. 81B, 82B, 83A, 84B, 85D, 86D, 87B, 88C, 89C, 90B, 91C, 92C, 93D, 94B, 95C, 96D, 97C, 98B, 99A, 100C.